ഹായ് എവരി വൺ, ഫോക്കസ് ഗ്രിഡ് എന്ന നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. പ്രൊഡക്റ്റീവായി പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന 5 ടിപ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇതിലെ ഫിഫ്ത്ത് ടിപ്പ് അല്ലെങ്കിൽ ഫിഫ്ത്ത് ടെക്നിക്കാണ് നമ്മുടെ ഗോൾഡൻ ടെക്നിക്ക്. അതൊരു ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നത്. അത് നമുക്ക് ലാസ്റ്റ് പറയാം. സോ ഫസ്റ്റ് വൺ, പ്ലാനിങ്. നിങ്ങൾ പഠിക്കാനിരിക്കുന്നതിന് മുൻപ് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ഏതൊക്കെ സബ്ജക്ട്സ് പഠിക്കും, അതിലേതൊക്കെ ടോപ്പിക്സ് ആണ് അന്ന് പഠിക്കാൻ പോകുന്നതെന്ന് കൃത്യമായി തീരുമാനിക്കുക. അത് നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിന് വളരെയധികം നിങ്ങളെ സഹായിക്കും. അതേപോലെ നമ്മൾ രാവിലെ മുതൽ പഠിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ആഫ്റ്റർനൂൺ ടൈം എഫക്റ്റീവ് ആക്കാൻ നിങ്ങൾക്കൊരു നാപ്പ് എടുക്കാം. അതേപോലെ ആഫ്റ്റർനൂണിൽ ലഞ്ചിന് ശേഷം പഠിക്കുന്ന സബ്ജക്ട്സ് കഴിയുന്നതും മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മാത്സ് വർക്കൗട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അടുത്ത പോയിൻറ്റ്, ആസ്ക് യുവർ സെൽഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് ഓർത്ത് നോക്കുക. നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ആയി എന്നാണ്. ഇനി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ പോയിൻറ്റ്സ് ഒന്നുകൂടി വായിച്ചു നോക്കുക. പഠിക്കുക എന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി എക്സാമിന് ഓർത്ത് എഴുതാൻ പറ്റുക എന്നതാണല്ലോ. അടുത്തൊരു കാര്യം, ഗിവ് യുവർ സെൽഫ് റിവാർഡ്. നമ്മൾ ഒരു ദിവസം ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടാർഗറ്റ് പോർഷൻസ് മുഴുവൻ നിങ്ങൾ പഠിച്ചു തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇത്രയും പോർഷൻസ് കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകും, അല്ലെങ്കിൽ ഇത്ര പോർഷൻസ് കവർ ചെയ്താൽ മാത്രമേ ഞാൻ ഇന്നൊരു സിനിമ കാണൂ. അങ്ങനെയൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആകും. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് പഠിക്കുന്നതിനേക്കാളും നമ്മൾ ഉദ്ദേശിച്ച പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഠനം മടുപ്പില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത്, സ്റ്റഡി സ്പേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെറിയ റൂമോ ഒരു ചെറിയ സ്പേസോ ആണ് നമ്മൾ പഠിക്കാനിരിക്കുന്നതെങ്കിലും ആ ഭാഗം നല്ല വെളിച്ചമുള്ളതായി ആക്കാൻ ശ്രമിക്കുക. എപ്പോഴും ഒരു ഡിം ലൈറ്റിലിരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു സ്ലീപ്പി ഫീൽ, ഒരു ഉറക്കമൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്തൊരു നല്ല ഇല്യൂമിനേറ്റഡ് ആയിട്ട് നല്ല വെളിച്ചമുള്ളൊരു റൂമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് പഠിക്കാനും നമുക്ക് ഉറക്കം വരാതിരിക്കാനും അത് സഹായിക്കും. ഇനി ലാസ്റ്റ് ടിപ്പാണ് നമ്മുടെ ഗോൾഡൻ ടെക്നിക്ക്, പോമഡോറോ ടെക്നിക്ക്. ക്ലാസിക് പോമഡോറോ ടെക്നിക്ക് പറയുന്നത് 25 മിനിറ്റ് പഠിത്തം, 5 മിനിറ്റ് ബ്രേക്ക് എന്ന രീതിയിലാണ്. അങ്ങനെ ഒരു 4 റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക്. ഇതാണ് നമ്മുടെ പോമഡോറോ ടെക്നിക്ക്. ഈ പോമഡോറോ ടെക്നിക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന പോമഡോറോ ടൈമർ ഉള്ള കുറേ അധികം ആപ്പുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്. അതിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പോമഡോറോ ആപ്പാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ പോമഡോറോ ആപ്പ്. ഈ ആപ്പ് യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത് 25 മിനിറ്റ്സ് സ്റ്റഡി ടൈം, 5 മിനിറ്റ്സ് ബ്രേക്ക് എന്നുള്ള രീതിയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ എൻ്റെ ടൈം ഞാനിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 25 മിനിറ്റ്സ് സ്റ്റഡി ടൈം, 5 മിനിറ്റ്സ് ബ്രേക്ക്, പിന്നെ ലോങ് ബ്രേക്ക് 15 മിനിറ്റ്സ് എന്നുള്ള രീതിയിൽ. ഇതിൽ 25 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും ഒരു അലാം സൗണ്ട് വരും, ഒരു റിംഗ് സൗണ്ട്. അതേപോലെ തന്നെ ആ 5 മിനിറ്റ് ബ്രേക്ക് കഴിയുമ്പോഴും ഒരു റിംഗ് സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ 25 മിനിറ്റ്സ് പ്രൊഡക്റ്റീവായി പഠിക്കുക. ഈ 5 മിനിറ്റ് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഒന്ന് നടക്കുക, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഒട്ടും മടുക്കാതെ നിങ്ങൾക്ക് അത്യാവശ്യം കുറേയധികം ടൈം പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേജർ ടിപ്സ്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നമ്മുടെ ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്